അമേരിക്കയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിയിരിക്കുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. അദ്ദേഹം ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. നിർണായക വിഷയങ്ങളൊക്കെ കൂടിക്കാഴ്ചയാകും. മാത്രമല്ല പ്രധാനമന്ത്രി ഇലോൺ മസ്കിനെ കാണുമെന്നും പറയപ്പെടുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മധു കൊട്ടാരക്കരയോട് തന്നെ ചോദിക്കാം അല്ലേ? മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയച്ച സംഭവമൊക്കെ പ്രധാനമായും ചർച്ചയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയമാവുക? എങ്ങനെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് മോദിയുടെ അവിടുത്തെ ആ ഒരു സന്ദർശനത്തിന്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ DC-യിൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് മോദിയുടെ വിമാനം ജോയിന്റ് ബേസ് ആൻഡ്രൂസ് സൈനിക കേന്ദ്രത്തിൽ ലാൻഡ് ചെയ്തത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ അമേരിക്കയിൽ എത്തുന്ന, വൈറ്റ് ഹൗസിൽ എത്തുന്ന 4ാമത്തെ രാഷ്ട്രത്തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി ലാൻഡ് ചെയ്ത് വലിയൊരു സ്വീകരണമാണ് ഈ സൈനിക ബേസിലും തുടർന്ന് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തും ലഭിച്ചിരിക്കുന്നത്. മോദിയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയുമായി ആഗോളതലത്തിൽ വളരെ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിനുള്ള ചർച്ചകൾക്കായിട്ടാണ് താൻ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനതയ്ക്ക് വേണ്ടിയ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ ഈ ഭൂമിക്ക് വേണ്ടിയും ഉള്ള നന്മകൾക്ക് വേണ്ടിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ്ടണിൽ 6 ഉഭയകക്ഷി ചർച്ചകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് 2 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള നിർണായക ചർച്ച വ്യാഴാഴ്ച വൈകുന്നേരം പ്രാദേശിക സമയം 4 മണിക്ക് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ചായിരിക്കും നടക്കുക. ഈ 2 നേതാക്കൾ മാത്രമായിട്ടുള്ള നിയന്ത്രിത കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇരുപക്ഷത്തുമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘവുമായിട്ടുള്ള ചർച്ചകളും വൈറ്റ് ഹൗസിൽ നടക്കും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഈ 3 ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ എത്തുന്നത് ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ വിളിച്ചോതുന്നതാണെന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ 104 അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അമേരിക്ക അയച്ചത് വലിയ തോതിൽ ഇന്ത്യയിൽ വിമർശിക്കപ്പെട്ട സമയത്താണ് മോദിയുടെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കൊണ്ട് ഇരു രാജ്യങ്ങൾ മാത്രമല്ല ലോക രാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന 2 വലിയ നേതാക്കളുടെ കൂടിക്കാഴ്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുപോലെ അമേരിക്കയിലെ വ്യവസായ പ്രമുഖരുടെ സംഘവും ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിലും ഒക്കെ സംസാരിക്കും. അതുമാത്രമല്ല, ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവന മോദിയുടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കടുത്ത തീരുമാനം വരുവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്നതാണ്. അത് നരേന്ദ്രമോദിയുടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യയുടെ ഉയർന്ന തീരുവകളോടുള്ള എതിർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മോദിയുടെ ഇപ്പോഴത്തെ ഈ സന്ദർശനം. ഈ US ഇറക്കുമതി അനാവശ്യമായി ഇന്ത്യ തടയുന്നു എന്നൊരു ആരോപണവും അമേരിക്കയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഏകദേശം $200 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിൽ അമേരിക്കയുടെ ഭാഗത്താണ് കമ്മി കാണിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ചർച്ച 2 നേതാക്കൾക്കും വളരെ നിർണായകമാണ്. പ്രവിത, സ്മിത. ശരി, ഇരു നേതാക്കൾക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇരു രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട ചർച്ചയാണ്. അമേരിക്കയുടെ നിലപാടുകൾ അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക, ഇന്ത്യക്കാരെ ബാധിക്കുക എന്നുള്ളത് ഏറെ ആശങ്കയോടെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് അവിടെയുള്ള ഗ്രീൻ കാർഡിനായിട്ടൊക്കെ അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർ പ്രത്യേകിച്ച്.